ദേവി ഒന്ന് നിൽക്കുമോ? കുറെ നേരം എന്തിനു നോക്കി ഞാൻ ഇവിടെ നിൽക്കുന്നു. വിനോദേ, ഞാൻ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഞാൻ ജോലിയും കഴിഞ്ഞ് വരുമ്പോ ഇവിടെ കാത്തുവെക്കാൻ പലതവണ പറഞ്ഞിട്ടുള്ളതല്ലേ. പിന്നെ എന്തിനാ എന്നെ ഇങ്ങനെ ശല്യം ചെയ്യുന്നത്? ദേവിക, ഞാൻ ശല്യം ചെയ്യാൻ വേണ്ടി വന്നല്ലോ. നീ എന്നൊന്ന് മനസ്സിലാക്ക്. ഞങ്ങൾ 3 പെൺകുട്ടികളാ വിനോദേ. താൻ എപ്പോഴും പുറകെ ഇങ്ങനെ നടന്നാലേ ആൾക്കാരെന്താ വിചാരിക്കുക? നീ ദിവസം ബസ് സ്റ്റോപ്പിൽ വന്നിരിക്കുന്നോണ്ടാ ഞാൻ ഇപ്പൊ ബസ് ഇറങ്ങിട്ട് ഇതിലൂടെ നടന്നു വന്നത്. ഓ, ഞാനിപ്പോ നിനക്ക് ശല്യമായല്ലേ? എടോ, പ്രേമിച്ച് നടക്കാനും ബൈക്കിൽ കറങ്ങി നടക്കാനല്ലോ പറയുന്നത്. ഞാൻ നിന്നെ കല്യാണം കഴിച്ചോട്ടെന്ന് ചോദിച്ചത്. ദേവിക, നിനക്ക് 28 വയസ്സായി. കുറച്ച് മാസം മുൻപ് വരെ നിനക്കും ഓക്കെ ആയിരുന്നല്ലോ. ഇപ്പൊ എന്താ എന്നിങ്ങനെ ഒഴിവാക്കുന്ന എനിക്ക് മനസ്സിലാകത്ത്. എനിക്കിതിന് ഇഷ്ടമായിരുന്നു വിനോദേ, ഇപ്പോഴും ഇഷ്ടം തന്നെയാ. അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നു, വെറുതെ ഇങ്ങനെ എന്റെ പുറകെ നടന്ന സമയം കളയണ്ടെന്നുള്ളത്. എന്തായാലും എന്റെ ജീവിതത്തിൽ ഒരു കല്യാണം ഉണ്ടാവില്ല. എന്താണ് ഈ പറയുന്നത്? നീ കല്യാണം കഴിക്കാണ്ടിരുന്ന നിന്റെ വീട്ടിലെല്ലാ പ്രശ്നം തീരുവോ? ദേവിക, നീ പണ്ടത്തെ പോലെയല്ല, ആകെ മാറി. അത് എനിക്കും അറിയാം വിനോദേ. അച്ഛനുള്ള സമയത്തൊന്നും ഞാൻ ഇങ്ങനെ ആയിരുന്നില്ല. പെട്ടെന്ന് അച്ഛൻ പോയപ്പോ എനിക്കുള്ളത് 2 പെൺകുട്ടികളാ. അവരെ പഠിപ്പിക്കണം, കല്യാണം കഴിച്ചയപ്പിക്കണം. അമ്മന്റെ അവസ്ഥ അറിയാലോ. ആ പാവത്തിനാണെങ്കിൽ ഒന്ന് എണിച്ച് നടക്കാൻ പോലും പറ്റില്ല. ഇവരെയൊക്കെ വിട്ടിട്ട് ഞാൻ എങ്ങനെയാണ് തൻ്റെ കൂടെ വരിക? ഇപ്പൊ വന്നാൽ തന്നെ എനിക്കവിടെ മനസ്സമാധാനമായിട്ട് ഇരിക്കാൻ പറ്റുമോ? ഞാനില്ലെങ്കിൽ എന്റെ കുടുംബം എങ്ങനെയാണോ മുന്നോട്ട് പോവുക? ദേവിക, എനിക്ക് നിന്നെ മനസ്സിലാക്കാൻ പറ്റും. പക്ഷെ എൻ്റെ അവസ്ഥ ഞാൻ പറഞ്ഞല്ലോ, തൻ്റെ സമ്മതം മാത്രം മതി. ഞാൻ എത്ര കാലം വേണമെങ്കിലും കാത്തിരിക്കാം. എന്റെ പ്രശ്നങ്ങൾ അങ്ങനെയൊന്നും തീരില്ല വിനോദേ. അതുകൊണ്ട് തന്നെയാ പറഞ്ഞത്, എന്റെ പുറകെ നടന്നിങ്ങനെ സമയം കളയണ്ടെന്ന്. താനെങ്കിലും പോയിട്ട് നന്നായിട്ട് ജീവിക്കേ.